കേരളത്തിലെ ദുർഭരണത്തിന്റെ അന്ത്യം കുറിക്കാനാണ് പുതിയ യുഗയാത്രയെന്ന് വി ഡി സതീശൻ മീഡിയ വണ്ണിനോട്. രാഷ്ട്രീയ കാര്യങ്ങൾക്കൊപ്പം വരാൻ പോകുന്ന കേരളത്തെക്കുറിച്ചുള്ള പദ്ധതികളും യാത്രയിൽ മുന്നോട്ട് വയ്ക്കും. കേരളം കണ്ട ഏറ്റവും ദുർബലമായ സർക്കാരാണ് ഇപ്പോഴത്തേത്. ആദ്യത്തെ പിണറായി സർക്കാർ കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് വെച്ചാണ് UDFന്റെ പുതിയ യുഗയാത്ര ആരംഭിക്കുക. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെ, അവരുടെ തെറ്റുകളെ, അവരുടെ ദുഷ്ചെയ്തികളെ, അവരുടെ ദുർഭരണത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. അവരുടെ വിവിധ വകുപ്പുകളിലെ തെറ്റുകൾ ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളം ഇന്നൊരു തകർച്ചയെ നേരിടുന്ന സംസ്ഥാനമാണ്. സാമ്പത്തികമായി ഇത്രമാത്രം തകർന്നു തരിപ്പണമായൊരു കാലഘട്ടം കേരളത്തിൻ്റെ ഭരണ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാമാണ് ഗവൺമെൻറ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം UDFന് ബദൽ പദ്ധതികളുണ്ട്. വെറും പദ്ധതി പ്രഖ്യാപനമല്ല, അതിൽ വിശ്വാസ്യതയുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം ഉപയോഗിച്ച് തയ്യാറാക്കിയ കൃത്യമായ വിഷ്വൽ ഡോക്യുമെൻ്റ്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തർക്കമുണ്ടാവില്ലെന്ന് വി ഡി സതീശൻ മീഡിയ വണ്ണിനോട്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആരും അവകാശം ഉന്നയിക്കില്ല. പാർട്ടി തീരുമാനപ്രകാരം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം തെരഞ്ഞെടുക്കുമെന്നും വി ഡി സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒരു തർക്കം ഉണ്ടാവില്ല. എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFനെ ജയിപ്പിക്കും, തിളക്കമാർന്ന വിജയത്തോടെ. എന്നിട്ട് ഞങ്ങൾ ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിനൊരു പരമ്പരാഗതമായൊരു രീതിയുണ്ട് ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ. അതിലൊരാളെ തിരഞ്ഞെടുക്കും. ആകാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്, അതിലൊരാളെ തിരഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കില്ല. അല്ല, അങ്ങനെ ഞങ്ങൾ ആരും ക്ലെയിം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും തമ്മിൽ അക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ ഒരു ധാരണയുണ്ട്, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പുതുയുഗ യാത്ര തുടങ്ങുമ്പോൾ തന്നെ UDF വലിയ പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, അല്ലേ? അതെ, പുതിയ യാത്ര ഭരണത്തിലേറുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു യാത്രയായിട്ട് തന്നെയാണ് UDF കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപശബ്ദങ്ങളോ തർക്കങ്ങളോ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വി ഡി സതീശൻ അത് വ്യക്തമായി തന്നെ പറയുന്നത്. നേതാക്കൾ തമ്മിൽ ധാരണയുണ്ട്. ആരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശം ഉന്നയിക്കില്ല. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പതിവായ ഒരു രീതിയുണ്ട്, പരമ്പരാഗതമായ രീതിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ അഭിപ്രായം തേടിയ ശേഷം ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ തർക്കമുണ്ടാവില്ല എന്ന് പറയുന്നു. UDFനെതിരെ എന്തെങ്കിലും വേറൊന്നും ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് CPM-ഉം മറ്റുമൊക്കെ ഇക്കാര്യത്തിൽ നിരന്തരമായി തർക്കമുണ്ടെന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചോളം അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പുതിയ യാത്രയിൽ LDF സർക്കാരിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവർ ഉന്നയിച്ച പ്രശ്നങ്ങളെ, അവർ ഉണ്ടാക്കിയ ഭരണവീഴ്ചകളെക്കുറിച്ച് തുറന്നു കാണിക്കുന്നതോടൊപ്പം തന്നെ UDF അധികാരത്തിലെത്തിയ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. അത് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ഓരോ പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. നമ്മുടെ മീഡിയ വണ്ണുമായിട്ട് അഭിമുഖത്തിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു, തകർന്ന സാമ്പത്തിക അവസ്ഥയെ മറികടക്കുന്നതിനുള്ള പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വിഭവ സമാഹരണം കൂട്ടിക്കൊണ്ടും എക്കോണമിയിലേക്ക് പണം കൂടുതൽ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടും ഒരു സ്റ്റിമുലേഷൻ കൊണ്ടുവന്നുകൊണ്ടും വിപണിയെ ഉണർത്തുക, സാമ്പത്തിക വ്യവസ്ഥയെ ഉണർത്തിക്കൊണ്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതായത് ഭരണമില്ലായ്മയാണ് ഈ സർക്കാരിന്റെ പ്രശ്നം. അത് മറികടക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. ജനങ്ങളുമായി ആശയവിനിമയം നടത്തും. ഇതിന്റെ രീതി എന്ന് പറയുന്ന ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് സ്വീകരണം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുമ്പളയിലാണ് ഉദ്ഘാടനം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം കടന്നു പോകും. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ, വിവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യാതന അനുഭവിക്കുന്ന ആൾക്കാരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അത്തരമൊരു ജനസമ്പർക്ക പരിപാടി കൂടി ഇതിനോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എല്ലാ ഞായറാഴ്ചകളും അവധികളാണ്. ആ ദിവസങ്ങളിൽ പ്രധാനമായും സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഒരു നവയുഗ യാത്രയുടെ സമാന്തരമായി തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം പകുതിയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ പ്രാഥമികമായ ആദ്യ പട്ടികയെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പുറത്ത് ഇറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് ഞങ്ങൾ എന്ന് അണികൾക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഒരു സന്ദേശം കൊടുക്കുക എന്നുകൂടി പുതിയ യാത്രയുടെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന
UDFന്റെ പുതുയുഗ യാത്ര ആരംഭിക്കും. ഓക്കെ, പുതുയുഗയാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴും UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തർക്കമുണ്ടാകില്ല എന്ന് VD സതീശൻ മീഡിയ വണിനോട് പറഞ്ഞു. മുഹമ്മദ് അസ്ലം ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു